ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നലെ നമ്മുടെ 50ാമത്തെ ക്ലാസ് ആയിരുന്നു. ഇന്ന് നമ്മുടെ 51ാമത്തെ ക്ലാസ്സിലോട്ട് നീങ്ങുകയാണ്. സോ there are only 10 classes to go. That means we are heading on to the most crucial part of our training session. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് മനസ്സിലായെന്നും ഇഫക്റ്റീവായെന്നും ഒരു സംശയവും ഇല്ലാതെയാണ് നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഒത്തിരി ഗ്രാമാറ്റിക്കൽ റൂൾസ്, ബേസിക് ആയിട്ടുള്ള ഗ്രാമർ റൂൾസ് ഒക്കെ നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഒത്തിരി സ്പീക്ക് ഇറ്റ് ഔട്ട് ആക്ടിവിറ്റിയിലൂടെയൊക്കെ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്, സംസാരിക്കാനുള്ള സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആയി കാണും. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ സംശയം വരുന്ന എന്ത് ചെറിയ സംശയമാണെങ്കിലും അത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിനോട് ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ഇംഗ്ലീഷിൽ പറയാനായിട്ട് നോക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നമ്മുടെ മനസ്സിൽ ഒന്ന് ഇംഗ്ലീഷിൽ ആലോചിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ അത് ജസ്റ്റ് ട്രൈ ടു ട്രാൻസ്ലേറ്റ് ദോസ് മലയാളം സെൻറ്റൻസസ് ഇൻ ടു ഇംഗ്ലീഷ്. അപ്പോൾ അതെങ്ങനെ വരും? ഇനിയിപ്പോൾ അത് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയങ്ങൾ വരും. ആ സംശയങ്ങളും നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിനോട് ചോദിച്ചിട്ട് ക്ലിയർ ആക്കുക. മാത്രമല്ല, ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലോ ഏതെങ്കിലും ഒരു പാർട്ടിൽ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിനെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് വരാം. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ചെറിയ ചെറിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കാണും അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് ശ്രദ്ധിച്ചോ? നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കാണും. അങ്ങനെ വെച്ച് എനിക്ക് നിർത്താമായിരുന്നല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയാണോ നിർത്തിയത്? അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ, അല്ലേ എന്ന്. അതെന്തിനായിരിക്കും? ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു എംഫസിസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ അല്ലേ, ആണോ എന്നൊക്കെ നമുക്കൊരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിലും ഇങ്ങനൊരു ആഡഡ് സ്ട്രെസ് അല്ലെങ്കിൽ ആഡഡ് എംഫസിസ് നൽകാൻ വേണ്ടിയിട്ട് ഒരു കണ്ടൻസ്ഡ് ക്വസ്റ്റ്യനെ കൊണ്ടുവരും. ആ കണ്ടൻസ്ഡ് ക്വസ്റ്റ്യനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് അഥവാ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ ടാഗ്സ് എങ്ങനെ, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസുമാണ്.
പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഓക്സിലറി വേർബ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പിംഗ് വേർബ് ഉണ്ടല്ലോ, ഈസ്, ആർ, വാസ്, വെയർ, ക്യാൻ, വിൽ, ഇതെല്ലാം ഓക്സിലറീസ് അല്ലേ. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓക്സിലറി നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ അതിന് അങ്ങനെ തന്നെ നമ്മൾ ടാഗിലും റിപ്പീറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ദ ന്യൂസ് ഇസ് നോട്ട് ട്രൂ, ദ ന്യൂസ് ഈസ് നോട്ട് ട്രൂ എന്നാണ്. അപ്പൊ അവിടെ ഏതാണ് നമ്മുടെ ഓക്സിലറി വേർബ്? ഈസ് ആണല്ലേ. അപ്പൊ അങ്ങനെ ആകുമ്പം ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരും? ഈസ് ഇറ്റ് എന്ന് വരും. അവിടെ ഈസ് നോട്ട് എന്ന് വന്നുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഈസ് ഇറ്റ് എന്ന് പറഞ്ഞ പോസിറ്റീവ് ടാഗ് വന്നത്. രാമ ഹാസ് കം, രാമ ഹാസ് കമ്മിൽ ഏതാ ഓക്സിലറി ഒന്ന് ആലോചിച്ചേ. രാമ ഹാസ് കം, അവിടെ ഹാസ് ആണ് നമ്മുടെ ഓക്സിലറി വേർബ്. അപ്പൊ എങ്ങനെ വരും ടാഗ്? ഹാസൻറ്റ് ഹി, അതും ശ്രദ്ധിക്കണം, നെഗറ്റീവ് ആകും, പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആകും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഓക്സിലറി വേർബ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഹാസൻറ്റ് ഹി എന്ന് വരും. ഓക്കെ, ഇപ്പം ഷീ ക്യാൻ സ്വിം വെൽ, ഷീ ക്യാൻ സ്വിം വെൽ, അവിടെ ഏതാ നമ്മുടെ ഓക്സിലറി? ക്യാൻ ആണ്. അപ്പൊ എങ്ങനെ വരും നമ്മുടെ ടാഗ്? കാണ്ട് ഷീ എന്ന് വരും. ഷീ ക്യാൻ സ്വിം വെൽ, കാൺ ഷീ എന്ന് വേണം നമ്മൾ ചോദിക്കാനായിട്ട്. പക്ഷേ ഓക്സിലറി ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റിലാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയപ്പോൾ പഠിച്ചായിരുന്നു, ഇപ്പൊ ഓക്സിലറി ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അവിടെ ആര് പ്രത്യക്ഷപ്പെടുമെന്നാ പഠിച്ചത്? ഡു അല്ലെ. ഡൂവും ഡൂവിന്റെ ഫോംസും പ്രത്യക്ഷപ്പെടുമെന്നാ പഠിച്ചത്. അത് വെച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനെന്നാ പഠിച്ചത്. ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഷീ സ്വിംസ് വെൽ എന്നൊരു സ്റ്റേറ്റ്മെന്റിനെ ക്വസ്റ്റ്യൻ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡസ് എന്ന് പറഞ്ഞ ഡൂവിന്റെ ഫോമായ ഡസ്, അവിടെ ഷീ വന്നതുകൊണ്ടാണ് ഡസ് വന്നത്. ഓക്കെ, അപ്പോൾ ഷീ സ്വിംസ് വെൽ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുവാണെങ്കിൽ ഡസ് ഷീ സ്വിം വെൽ എന്നായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണ് വേണ്ടത്. ഷീ സ്വിംസ് വെൽ അല്ലേ എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അത് എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ആക്കും? നമുക്ക് ഓക്സിലറി വേർബ് ഇല്ല അവിടെ. അപ്പൊ നമ്മൾ ആരെ കൊണ്ടുവരണം? ഡസിനെ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ആകും? ഡസൻറ്റ് ഷീ എന്ന് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാനായിട്ട്. ഷീ സ്വിംസ് വെൽ, ഡസൻറ്റ് ഷീ എന്ന് വേണം ചോദിക്കാനായിട്ട്. ദേ സ്പീക്ക് ഫ്രഞ്ച്, വേറെ എക്സാമ്പിൾ. അവിടെ ദേ സ്പീക്ക് ഫ്രഞ്ച് എന്ന് പറയുമ്പം ദേ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. അവിടെ അപ്പൊ ഡൂവിന്റെ ഏത് ഫോമാണ്? ഡു തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ദേ സ്പീക്ക് ഫ്രഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഡൂവിന് പകരം നമ്മൾ ഡോണ്ട് എന്ന് യൂസ് ചെയ്യണം. ഡോണ്ട് ദേ. ഇനിയിപ്പം സെയ്ദ് ലുക്സ് ഇൽ, സെയ്ദ് ലുക്സ് ഇൽ, അതെങ്ങനെ വരും? സെയ്ദ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണല്ലേ. അപ്പോ ഡസ് എന്ന് തന്നെ വരും. ഡസൻറ്റ് ഹി. ദ സ്റ്റുഡൻസ് വിസിറ്റ് യു എവ്രി മന്ത്, ദ സ്റ്റുഡൻസ് വിസിറ്റ് യു എവ്രി മന്ത് എന്ന് പറയുമ്പോൾ ദ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ഏത് ഫോം വരും? ഡസ് ആണോ വരുന്നത്? അല്ല, ഡു തന്നെ ഉപയോഗിക്കണം. പിന്നെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് വരും. അപ്പോൾ ഡോണ്ട് ദേ എന്ന് വേണം ഉപയോഗിക്കാനായിട്ട്. ദ സ്റ്റുഡൻസ് വിസിറ്റ് യു എവ്രി മന്ത്, ഡോണ്ട് ദേ എന്ന് വേണം ചോദിക്കാനായിട്ട്. ഇനിയിപ്പോ നമ്മുടെ മൂന്നാമത്തെ റൂൾ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദ ക്വസ്റ്റ്യൻ ടാഗ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്യൂട്ടബിൾ പ്രോനൗൺ. ഓക്കെ, ഇപ്പൊ പേരാണെങ്കിൽ പോലും പ്രോനൗൺ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പ്രോനൗൺ നിങ്ങൾക്ക് അറിയാലോ, നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇത്രയും എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പൊ ഷീ സ്വിംസ് വെൽ എന്ന് പറഞ്ഞു, ഡസൻ ഷീ, ആ ഷീ അവിടെ പ്രോനൗൺ ആയിട്ട് വേണം. ഏതൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അത് ക്വസ്റ്റ്യൻ ടാഗ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഒരു പ്രോനൗൺ കാണും. ഇപ്പൊ നമ്മൾ പറയുവാണ് വി ആർ നോട്ട് ലേറ്റ്, ആർ വി, വി ആർ നോട്ട് ലേറ്റ്, അവിടെ ആർ വി എന്ന് വരും. ഇപ്പൊ ഞാനൊരു പേര് പറയാം, സീത ഇസ് ആൻ ഓണസ്റ്റ് ഗേൾ എന്നതാണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരും? സീത ഇസ് ആൻ ഓണസ്റ്റ് ഗേൾ, ഇസ്ൻ സീത എന്ന് വരത്തില്ല, അത് തെറ്റാണ്. സീത ഇസ് ആൻ ഓണസ്റ്റ് ഗേൾ, ഇസ്ൻ ഷീ എന്ന് വേണം വരാനായിട്ട്. ഹിസ് ഡോഗ് ഇസ് സോ ക്യൂട്ട്, isn't it എന്ന് വേണം വരാൻ. ഹിസ് ഡോഗ് ഇസ് സോ ക്യൂട്ട്, അത് ഡോഗ് ആനിമൽ ആയതുകൊണ്ട് isn't it എന്ന് വേണം വരാനായിട്ട്. നമ്മുടെ ലാസ്റ്റ് റൂള്, ഫോർ എ സ്റ്റേറ്റ്മെന്റ് ബിഗിനിങ് വിത്ത് ദിസ് ഓർ ദാറ്റ് ദ ടാഗ് വിൽ ഹാവ് ഇറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ദിസും ദാറ്റും ഒക്കെ വെച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയാറില്ലേ? ദിസ് ഇസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പം എങ്ങനെ നമുക്ക് ടാഗ് വരും? isn't this എന്ന് പറഞ്ഞാൽ തെറ്റാണ്. isn't it എന്ന് വേണം ചോദിക്കാനായിട്ട്. That was a fine speech, wasn't it? That was foolish of you, wasn't it? അപ്പൊ ദിസും ദാറ്റും വന്നാൽ നമ്മൾ ഇറ്റ് വേണം പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ്സിന്റെ റൂൾസ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. നമ്മൾ അറിയാതെ തന്നെ യൂസ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി മിസ്റ്റേക്സ് വരുത്താറുണ്ട്. കോമൺ ആയിട്ട് കുറേ മിസ്റ്റേക്സ് ക്വസ്റ്റ്യൻ ടാഗ്സ് യൂസ് ചെയ്യുമ്പോൾ വരുത്താറുണ്ട്. അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അതിൽ മെയിൻ ആയിട്ട് നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞ് യെസ്, നോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ യു ആർ ദ സൂ കീപ്പർ, യെസ്
എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. യു ആർ ദ സൂ കീപ്പർ, യെസ് അല്ലെങ്കിൽ നോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്. യു ആർ ദ സൂ കീപ്പർ, ആർന്റ് യു എന്ന് തന്നെ ചോദിക്കണം. യു ആർ ദ സൂ കീപ്പർ അവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ടാഗ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആർന്റ് എന്ന് വരും. നമ്മുടെ പ്രോനൗൺ ഏതാണ്? യു ആണ്. അപ്പൊ അത് തന്നെ യൂസ് ചെയ്താൽ മതി. യു ആർ ദ സൂ കീപ്പർ, ആർന്റ് യു എന്ന് വേണം ചോദിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് നോ എന്ന്. ഇൻഫോർമൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ആരും തെറ്റൊന്നും ആണെന്നൊന്നും പറയാറില്ല. പക്ഷെ നമ്മൾ പ്രോപ്പർ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുമ്പോൾ നോ എന്ന് യൂസ് ചെയ്യുന്നത് തെറ്റാണ്. യു കം ഫ്രം ജപ്പാൻ, നോ എന്ന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. എല്ലാവരും അറിയാതെയാണെങ്കിൽ യൂസ് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ പ്രോപ്പർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പം യു കം ഫ്രം ജപ്പാൻ, ഡോണ്ട് യു എന്ന് വേണം ചോദിക്കാനായിട്ട്. ആ ഡോണ്ട് യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിലറി തന്നെ വേണം നമ്മൾ അവിടെ യൂസ് ചെയ്യാനായിട്ട്. യു കം ഫ്രം ജപ്പാൻ എന്ന് പറയുമ്പോൾ ഡോണ്ട് യു എന്താണ് വന്നത്? അവിടെ യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഡൂവിന്റെ ആ ഫോം, ബേസിക് ഫോം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് വരും. യു കം ഫ്രം ജപ്പാൻ, ഡോണ്ട് യു എന്ന് വേണം ചോദിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് തന്നെ യൂസ് ചെയ്യാറുണ്ട്. യു ആർ എ ടീച്ചർ, ആർ യു എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ. പക്ഷെ അതും യൂസ് ചെയ്യാൻ പാടില്ല. യു ആർ എ ടീച്ചർ, ആർന്റ് യു എന്ന് വേണം ചോദിക്കാനായിട്ട്. ഓക്കെ, ഇനിയിപ്പോ അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഇപ്പം എല്ലാത്തിന്റെയും കൂടെ നമ്മൾ ഈസിന്റ് ഇറ്റ് ചോദിക്കും. ഇപ്പൊ ഏത് പേഴ്സൺ ആണെങ്കിലും, ചിലപ്പോൾ സബ്ജക്റ്റ് ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഷീയോ ഹിയോ അങ്ങനെ ഏതെങ്കിലും പേഴ്സൺ ആയിരിക്കാം, പ്ലൂറൽ ആയിരിക്കാം. എന്താണെങ്കിലും നമ്മൾ ചിലപ്പം പ്രോനൗൺ ആയിട്ട് ഇറ്റ് യൂസ് ചെയ്ത് കണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് റിയ ഈസ് ഫ്രം ദുബായ്, ഇസ്ന്റ് ഇറ്റ് എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്. റിയ ഈസ് ഫ്രം ദുബായ്, ഇസ്ന്റ് ഷീ എന്ന് തന്നെ വേണം ചോദിക്കാനായിട്ട്. ഇസ്ന്റ് ഷീ എന്ന പ്രോനൗൺ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തേ പാടുള്ളൂ. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ യു ലൈക്ക് ഐസ്ക്രീം, ഇസ്ന്റ് ഇറ്റ് എന്ന് നമ്മൾ പൊതുവെ അങ്ങനെ ചോദിച്ചു പോകുന്നത്. യു ലൈക്ക് ഐസ്ക്രീം, ഇസ്ന്റ് ഇറ്റ് എന്ന് ചോദിക്കും. പക്ഷെ അത് തെറ്റാണ്. യു ലൈക്ക് ഐസ്ക്രീം, ഡോണ്ട് യു എന്ന് വേണം ചോദിക്കാനായിട്ട്. ഓക്കെ, യു ലൈക്ക് ഐസ്ക്രീം, ഡോണ്ട് യു. ഓക്കെ, ഇനിയിപ്പോൾ അത് തെറ്റിക്കല്. ഇനിയിപ്പോൾ ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നമ്മുടെ സബ്ജക്റ്റ് ഐ ആണെന്ന് വെച്ചോ. ഐ വെച്ച് തുടങ്ങുന്ന ഒരു വേർഡ് ആണെങ്കിൽ അത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഐ ആം എന്ന് പറഞ്ഞാണ്. ബാക്കി എല്ലാവർക്കും ഈസ് ഉണ്ട്, ആർ ഉണ്ട്, വാസ് ഉണ്ട്, അങ്ങനെ പലതും യൂസ് ചെയ്യാം. പക്ഷെ ഐക്ക് നമുക്കറിയാം ഐയുടെ കൂടെ പ്രസന്റ് ടെൻസിൽ ആം മാത്രമേ വരത്തുള്ളൂ. ആം എ ഗേൾ. അപ്പോൾ ഐയും ആമും ഒരുമിച്ച് വരുന്നതാണെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കും? ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ഐ ആം ദ വിന്നർ എന്ന് പറയുവാണെങ്കിൽ അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ഉണ്ടാക്കും? ആമിന്റ് ഐ എന്നൊരു വാക്കിപ്പം ഇല്ല. എയിന്റ് ഐ എന്ന് യൂസ് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് തെറ്റാണ്. ഐ ആം ദ വിന്നർ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ആറിന്റ് ഐ എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ആം ആണെങ്കിൽ കൂടി നമ്മൾ ആർ എന്ന് പറഞ്ഞൊരു ഓക്സിലറി വേണം ക്വസ്റ്റ്യൻ ടാഗിന്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട്. ഐ ആം ദ വിന്നർ, ആറിന്റ് ഐ. ഐ ആം റൈറ്റ്, ആറിന്റ് ഐ എന്ന് വേണം ചോദിക്കാനായിട്ട്. അപ്പൊ ആറിന്റ് ഐ എന്ന് വേണം നമ്മൾ ഐയും ആമും ഒരുമിച്ച് വന്നാൽ യൂസ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ചില ഫോർമൽ യൂസേഴ്സിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് ആം ഐ നോട്ട് എന്ന്. അതും തെറ്റല്ല. ഓക്കെ, ഐ ആം ദ വിന്നർ, ആം ഐ നോട്ട് എന്ന് യൂസ് ചെയ്യാറുണ്ട്. ആം ഐ നോട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ആം നോട്ട് എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം ആമിന്റ് ഐ എന്ന് യൂസ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ആം ഐ നോട്ട് എന്ന് യൂസ് ചെയ്യുന്നത്. ആം ദ വിന്നർ, ആം ഐ നോട്ട്. ഐ ആം റൈറ്റ്, ആം ഐ നോട്ട് എന്ന് നമ്മൾ ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനായിട്ട് ആറിന്റ് ഐ തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ ടാഗ്സിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ് നോക്കിയത്. ക്വസ്റ്റ്യൻ ടാഗ് ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് ആണ് പാലിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് വരും, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് വരും. അതാണ് ആദ്യത്തെ റൂള്. രണ്ടാമത്തെ റൂള് നമ്മൾ പഠിച്ചത് ഓക്സിലറി വേർബ് ഉണ്ടെങ്കിലും, ഒരു സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലും യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ ഓക്സിലറി വേർബ് ഇല്ല എന്നുണ്ടെങ്കിലോ, ഓക്സിലറി വേർബ് ഇല്ലാതെ നമ്മുടെ വേർബ് മാത്രമുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ എന്തിനാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്? ഡൂവിന്റെ ഫോംസിനെ, ഡൂവിനെയും ഡൂവിന്റെ ഫോംസിനെയും. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡൂവും ഡസും ആയിരിക്കും വരുന്നത്. അതുപോലെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ആണ് വരേണ്ടത്. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ആണ് വരേണ്ടത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഷീ വെന്റ് ഹോം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ വെന്റ് എന്ന് പറഞ്ഞ പാസ്റ്റ് യൂസേജ് ആയതുകൊണ്ട് തന്നെ ഡിഡ് ആണ് നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടത്. ഷീ വെന്റ് ഹോം. അപ്പൊ എങ്ങനെ വരും ടാഗ്? ഡിൻ ഷീ എന്ന് വരും.
അതിന് നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ സബ്ജക്റ്റ് എന്നൊന്നും നോക്കണ്ട, എല്ലാത്തിനും ഡിൻഡ് അല്ലെങ്കിൽ ഡിഡ് എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, പാസ്റ്റിലാണെങ്കിൽ ഇപ്പം ഞാൻ പറയാണ് they visited Madras last year. They visited Madras last year എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനകത്ത് ഓക്സിലറി ഇല്ല, പക്ഷെ ഒരു പാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നമ്മൾ കൊണ്ടുവരേണ്ടത്? ഡിഡിനെയാണ്. ഡിൻഡ് ദേ എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട്. നെഗറ്റീവ് ടാഗ് ഡിൻഡ് ദേ. ദേ വിസിറ്റഡ് മദ്രാസ് ലാസ്റ്റ് ഇയർ. ഡിൻഡ് ദേ എന്ന് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ച മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോനൗൺ, ഏത് നൗൺ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ നമ്മളവിടെ യൂസ് ചെയ്തത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോനൗൺ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യണം. ഇപ്പം നമ്മൾ സബ്ജക്റ്റ് ഏതെങ്കിലും നൗൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോനൗൺ വേണം ക്വസ്റ്റ്യൻ ടാഗിലോട്ട് യൂസ് ചെയ്യാനായിട്ട്. നൗൺ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യാറില്ല. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് എന്താ? ദിസും ദാറ്റും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഏത് പ്രോനൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്? ഇറ്റ് ആണ്. ദിസും ദാറ്റും ഒന്നും പിന്നെയും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ റിപ്പീറ്റ് ആയിട്ട് വരത്തില്ല, ഇറ്റ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നു ആം ആണ് വരുന്നതെങ്കിൽ ആം നമ്മൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്, ഐയുടെ കൂടെയാണ് നമ്മൾ ആം യൂസ് ചെയ്യുന്നത്. ഐ ആം എന്നാണ് വരുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആറിൻറ്റ് ഐ എന്നൊരു ക്വസ്റ്റ്യൻ ടാഗ് വേണം അവിടെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റൂൾസ് ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗിൽ പഠിച്ചത്. ഇനി നമുക്ക് ഇന്നത്തെ ഹോംവർക്കിലോട്ട് വരാം. ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തരാം. ആ സ്റ്റേറ്റ്മെൻറ്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിന് അയക്കണം. അപ്പം നിങ്ങൾ എഴുതി അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും, ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഒന്നും കൂടെ എഴുതി ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഒരു കോമ ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനായിട്ട്. അല്ലാതെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുവല്ല ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹോംവർക്ക് എന്ന് പറയുന്നത് ദ പോസ്റ്റ് ഹാസ് കം, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ദ പോസ്റ്റ് ഹാസ് കം എന്ന് നിങ്ങൾ എഴുതി ആ കമ്മ് കഴിഞ്ഞൊരു കോമ ഇട്ടിട്ട് വേണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടാഗ് ഏതാന്ന് വെച്ചാൽ എഴുതാനായിട്ട്. അല്ലാതെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ടാഗ് എഴുതല്ല. ഓക്കെ, അപ്പം നമ്മുടെ ഹോംവർക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ദ പോസ്റ്റ് ഹാസ് കം. സെക്കൻഡ് വൺ, ദ ബ്രൈഡ് ലുക്ഡ് ഹാപ്പി. ദ ബ്രൈഡ് ലുക്ഡ് ഹാപ്പി. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹി ലുക്സ് വറീഡ്. ഹി ലുക്സ് വറീഡ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇസ് that amount is not enough. That amount is not enough. Next one is, we are glad to be home again. We are glad to be home again. And the last statement is, rich people have many friends. Okay, last statement ആണ് rich people have many friends. അപ്പോൾ ഇതിനെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള യോജിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഫ്രേസിൻ്റെ ക്ലാസ്സിൽ നമുക്ക് മണത്തെ പറ്റി സംസാരിക്കാം. അപ്പം മണം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളൊരു വാക്കാണല്ലേ. നല്ല മണമാണ്, ചീത്ത മണമാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പറയാമെന്ന് നോക്കാം. ഈ കറിക്ക് നല്ല മണമാണ്, അതെങ്ങനെ പറയും? ദിസ് കറി സ്മെൽസ് ഗുഡ്. ആ വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളയാ. ഈ കറിക്ക് നല്ല മണമാണ്, ദിസ് കറി സ്മെൽസ് ഗുഡ്. ഈ കറിക്ക് ഭയങ്കര കുത്തൽ മണമാണെന്ന് നമ്മൾ പറയത്തില്ല. കുത്തുന്നൊരു മണം വരുന്നതിന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ചുമ്മാ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് പറ്റുമോ? ഇല്ല. ദിസ് കറി സ്മെൽസ് ടു പഞ്ചന്റ്. പഞ്ചന്റ് എന്നാണ്, PUNGENT. പഞ്ചന്റ് എന്നാണ് കുത്തുന്ന എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷ്. അപ്പോൾ ദിസ് കറി സ്മെൽസ് ടു പഞ്ചന്റ്. ഈ കറിക്ക് ഭയങ്കര കുത്തൽ മണമാണ്. ഇനി ഈ എണ്ണയ്ക്ക് കനച്ച മണമാണ്. കനച്ച മണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ എണ്ണയ്ക്ക് കനച്ച മണമാണ്. ദിസ് ഓയിൽ സ്മെൽസ് റാൻസിഡ്. റാൻസിഡ് എന്ന വാക്കാണ് കനച്ച എന്ന വാക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. റാൻസിഡ്, RANCID. ദിസ് ഓയിൽ സ്മെൽസ് റാൻസിഡ്. ഇനിയിപ്പോ എന്തോ കരിയുന്ന മണം വരുന്നുണ്ട് നമ്മൾ പറയാറുള്ളത് അല്ലെ. എന്തോ കരിയുന്ന മണം വരാറുണ്ട്. അതെങ്ങനെ പറയും? ഐ സ്മെൽ സംതിങ് ബേണിംഗ്. ബേണിംഗ് എന്ന് പറഞ്ഞാൽ മതി. കരിയുന്ന മണം എന്ന് പറയാനായിട്ട് ബേണിംഗ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി. ഐ സ്മെൽ സംതിങ് ബേണിംഗ്. ഇനിയിപ്പം മണം പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നാറ്റം. നല്ല മണം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ചീത്ത മണം എന്ന് പറയാറുണ്ട്. അപ്പം ഗുഡ് സ്മെൽ, ബാഡ് സ്മെൽ അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ ബാഡ് സ്മെല്ലിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്മെല്ലിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് സ്റ്റിങ്ക്. STINK. സ്റ്റിങ്ക്. ഇപ്പോ നിന്റെ കയ്യിൽ മീൻ നാറ്റമുണ്ട് അല്ലെങ്കിൽ മീൻ നാറുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതെങ്ങനെ പറയും? യുവർ ഹാൻഡ്
സ്റ്റിങ്സ് ഓഫ് ഫിഷ്, സ്മെൽസ് ഓഫ് ഫിഷ് അല്ല, സ്റ്റിങ്സ് ഓഫ് ഫിഷ്. ആ ഒരു നാറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിങ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. യുവർ ഹാൻഡ്, ആ ഹാൻഡ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ സ്റ്റിങ്സ് എന്ന് പറയണം. യുവർ ഹാൻഡ് സ്റ്റിങ്സ് ഓഫ് ഫിഷ്. നിന്നെ കള്ളു നാറുന്നു, എങ്ങനെ പറയും? യു സ്റ്റിങ് ഓഫ് ടോഡി. ടോഡി എന്ന് വേണം ആ കള്ളിന് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ട്. യു സ്റ്റിങ് ഓഫ് ടോഡി. ഇനിയിപ്പോ നിനക്ക് സിഗരറ്റിന്റെ നാറ്റമുണ്ടെന്നോ, നിനക്ക് സിഗരറ്റിന്റെ മണമുണ്ടെന്നോ ഒക്കെ എങ്ങനെ പറയും? യു സ്റ്റിങ് ഓഫ് സിഗരറ്റ്. ചീത്ത മണമായതുകൊണ്ടാണ് യു സ്റ്റിങ് ഓഫ് സിഗരറ്റ്. ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു വാചകമാണ് അവളെ വിയർപ്പ് നാറുന്നു അല്ലെങ്കിൽ വിയർപ്പ് നാറ്റമുണ്ട് എന്ന്. അതെങ്ങനെയാ? വിയർപ്പ് എന്താ? സ്വെറ്റ്. അപ്പോൾ ഷീ സ്റ്റിങ്സ് ഓഫ് സ്വെറ്റ് അല്ലെങ്കിൽ ഹീ സ്റ്റിങ്സ് ഓഫ് സ്വെറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും.